മനുഷ്യർ ഒന്നിൽ കൂടുതൽ പേർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഓരോ കാര്യങ്ങളിലും ഓരോ വാക്കിൽ പോലും തർക്കം ഉടലെടുക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ തർക്കിക്കുന്നത്? ഞാൻ പറയുന്നത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ. അത് എത്രത്തോളം തുടരും? ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ അംഗീകരിക്കുന്നത് വരെ. അതായത് എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ ദൈവം, എൻ്റെ രാഷ്ട്രീയം, എൻ്റെ രാഷ്ട്രം എന്ന് പറയുന്നതിൽ ഞാൻ പറയുന്നതാണ് പൂർണ്ണമായും ശരിയെന്ന് നിങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കണം. അതുവരെ തർക്കം തുടരും. അപ്പോൾ മൂന്നാമതൊരാൾ ചോദിക്കുന്നു, എന്താണ് ഈ ശരി? ശരിയെന്ന് ഒന്നുണ്ടോ? അപ്പോൾ നാലാമതൊരാൾ അതിന് ഉത്തരം പറയുകയാണ്, ശരി എന്നൊന്നും ഇല്ല, എല്ലാം മാറ്റത്തിന് വിധേയമാണ്. അതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ കാണുന്ന ലോകവും നമ്മളും പരിണമിച്ച് ഇങ്ങനെ എത്തിച്ചേർന്നതാണ് എന്നും വീണ്ടും പരിണമിച്ച് നമ്മൾ പുതിയൊരു ഭാവത്തിലേക്ക് മാറുമെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ മാറ്റമെന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അപ്പോൾ കലഹമായി. എന്തിനാണ് കലഹിക്കുന്നത്? ഈ മാറ്റമെന്നുള്ള വാദത്തെ ഇല്ലായ്മ ചെയ്യാനാണ് കലഹിക്കുന്നത്. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, മാറ്റമെന്നുള്ള വാദം ഒരിക്കലും ഇല്ലാതാകുന്നില്ല. മാറ്റമെന്നുള്ളത് മാത്രമാണ് ശരി.